നമ്മളെ കുന്താപുര പാലം കാർവാറ 78 കിലോമീറ്ററാണ് ഈ കാർവാറയിൽ. ഇതാണ് ഹല്ലാജി റിവർ. കർണാടക ഹല്ലാജി റിവർ. മുരുദേശ്വർ, കൊള്ളൂർ സ്ഥലത്തോട്ട് നമ്മൾ മുരുദേശ്വർ റോഡിനാണ് പോകാൻ. NH-66 ഒരേ റോഡാണ്. ഗോവയിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ ഒരു റൂട്ട്. നമ്മൾ ഗോവയിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് തന്നെ തിരിഞ്ഞു പോകുന്നതാണ്. ചക്രാശ്മി മുരുദേശ്വർ, കൊള്ളൂർ. അടുത്തൊരു വലിയ ജംഗ്ഷനാണ്. ഇതുപോലെ ജംഗ്ഷനുകളിൽ ഇതുപോലെ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. കാരണം വാഹനങ്ങൾ സ്ലോ ആവാൻ വേണ്ടിയിട്ടാണ്. വാഹനങ്ങൾ ഇതുപോലെ സ്ലോ ആയി പോകുമ്പോൾ ആളുകൾക്ക് ഇങ്ങോട്ട് വരും. കർണാടകയിലുള്ള സൗബർണിക റിവറാണ്. NH-66 കർണാടകയിൽ ഒരു ബീച്ചിന് സൈഡിലൂടെയാണ് പോകുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ബീച്ചിന് സൈഡിലൂടെയുള്ള റോഡിലൂടെയുള്ള ഒരു യാത്ര. NH-66 പോകുന്നത് ഇടത് ഭാഗത്ത് കടലാണ്. കടലിനോട് ചേർന്നിട്ടാണ് NH-66 കടന്നു പോകുന്നത്. അതിമനോഹരമായ നമുക്ക് ഏകദേശം തിരിയാനായിട്ടുണ്ട്. ഇനി പന്ത്രോളാന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമ്മൾ തിരിയാം. പന്ത്രോളാന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമ്മൾ തിരിയാൻ പോകുന്നത്. തിരിയുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് NH-66 നമ്മുടെ നാട്ടിൽ നിന്ന് കയറിയ റോഡാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് NH-66 കയറിയ റോഡ് ഒരേ ലെവലിൽ പോകുന്ന റോഡ് ഇപ്പോൾ കർണാടകയിലുള്ളത്. പങ്കോള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. In 400 meters, turn right onto National Highway 52. NH-66 ഹുബള്ളി പനവേൽ നേരെ പോകും, കർവാർ നേരെ പോകും. നാവി മുംബൈ ഫുള്ള് ഈ റോഡ് സ്ട്രൈറ്റ് പോയാൽ നാവി മുംബൈയിൽ എത്തുന്നതാണ്. നമുക്ക് ഇനി റൈറ്റിലേക്കാവണം. Turn right onto National Highway 52. Continue on National Highway 52 for 72 kilometers. Continue on National Highway 52 for 72 kilometers.
Continue on National Highway 52 for 72 kilometers. ഇവിടുന്നാണ് ഫുള്ള് ഫോറസ്റ്റ് ആണ് കാണുന്നത്. പുലിങ്കരുത് കണ്ട ബൽഗാവി ഊട്ടി 430 കിലോമീറ്റർ. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ റോഡ് ഒരു കാട്ടിലൂടെയാണ് റോഡ് പോകുന്നത്. സിംഗിൾ റോഡാണ്. എല്ലാപ്പൂർ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ഒരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയാനകമായ ഒരു കാട്ടിലൂടെ NH 63 പക്ഷെ ഇത് സിംഗിൾ റോഡാണ്. ചെറിയൊരു ചുരം രീതിയിലുള്ള ഒരു എല്ലാപ്പൂരിലേക്കുള്ള ഈ ഒരു റോഡ് ഒരു ചുരമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചുരമാണ്. അതുപോലെ തന്നെ നല്ലൊരു വളവുള്ള ഈ ഒരു റോഡ് കാട്ടിലൂടെയാണ്. നല്ലതൊരു ചുരം കൂടിയാണ്. ബോംബെ ഹൈവേയിലേക്ക് കയറിയിട്ടിരിക്കുകയാണ്. ഹുബ്ബളിയിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ബോംബെ ഹൈവേ റോഡിലേക്കാണ് കയറിയത്. ഹുബ്ബളിയിൽ നിന്ന് ബോംബെയിലേക്ക് ഈ ഒരു റോഡിന്റെ വികസനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ടാറ്റന്റെ ഇതാണ് ബോംബെയിലേക്ക് പോകുമ്പോൾ ബൽഗാവിയിൽ കാണുന്നത് പാലസാണ്. ഇപ്പോൾ സമയം 9:10. മഹാരാഷ്ട്ര കടന്ന് സാംഗ്ലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കയറിയ ആ ഒരു ചെറിയ റോഡ്, ഒരേ റോഡ് വന്നതിന് ശേഷം പിന്നീട് ചെറിയൊരു ലെഫ്റ്റ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റോഡിലേക്ക് കയറിയത്. ഒരു ഗ്രാമത്തിലേക്കാണ് കടന്നത്. ഈ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ പകൽ കാണിച്ചത്. ഇപ്പോൾ ഞാൻ മഹാരാഷ്ട്രയ്ക്ക് എത്തിയതിൻ്റെ ആ ഒരു വൈബ് കഴിഞ്ഞതിന് ശേഷം നാളെ അതിൻ്റെ കാഴ്ചകൾ കൂടുതലായിട്ട് കാണിക്കുന്നതാണ്. ഇത് ഗ്രാമീണ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഗ്രാമത്തിൻ്റെ ഒരു മധ്യഭാഗത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പകലായതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഇവിടെ എന്തോ ഒരു ഉത്സവ പരിപാടി ഉള്ളതുപോലെ ഒരുപാട് പേര് ഇതുപോലെ കുതിരയും കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട്. അത് കുറേ കണ്ട് ഇനിയും കാണാൻ സാധിക്കും. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ ഒരുപാട് കുതിരയും കൊണ്ട് ഇതുപോലെ പോകുന്നത് ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ലൈറ്റിൻ്റെ പ്രകാശം കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. അടുത്തത് ഒരുപാടാണ് ഇങ്ങനെ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ കൂടുതൽ അറിവുകൾ നമുക്കില്ലാത്തത് കൊണ്ട്